നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജനുവരി മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാമെന്ന് കരുതുന്നു. രേവതി നക്ഷത്രക്കാർക്ക് 2024 ആദ്യ മാസമായ ജനുവരി മാസത്തിൽ നല്ല രീതിയിലുള്ള സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളും മാനസികമായിട്ടുള്ള സന്തോഷവും അനുഭവിക്കാനുള്ള യോഗമുള്ള ഒരു മാസമാണ്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഭാഗ്യവർദ്ധനവിന് നല്ല യോഗം കാണുന്ന ഒരു മാസമാണ്. അത് കാരണം കൊണ്ട് തന്നെ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. നല്ല ദൈവാധീനമുണ്ട്. അപ്പോൾ ചന്ദ്രലഗ്നാധിപതി കർമാധിപത്യം വഹിച്ച് ലഗ്നത്തിൻ്റെ 2ാം ഭാവത്തിൽ നിൽക്കുന്നു. 17-ാം തീയതി വരെ ഭാഗ്യസ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത്. 17-ാം തീയതിക്ക് ശേഷം അത് കർമ്മസ്ഥാനത്തേക്ക് വരും. കർമ്മസ്ഥാനത്ത് ചൊവ്വയും ബുധനും കൂടി ഓൾറെഡി നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ നേതൃത്വപരമായിരിക്കുന്ന തൊഴിൽ സ്ഥാനക്കയറ്റം കിട്ടാനുള്ളൊരു യോഗമുള്ളൊരു മാസമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ളൊരു മാസമാണ്. അതേപോലെ തന്നെ PSC ഒക്കെ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ജോലിക്ക് യോഗമുള്ള ഒരു മാസമാണ്. സർവാഭിഷ്ട സ്ഥാനത്താണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് 15-ാം തീയതി വരെ സൂര്യൻ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെ ഏകദേശം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളുണ്ട് എന്ന് പറയുന്നൊരു മാസമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കുടുംബസുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. വീട്ടിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്താനായിട്ട് യോഗമുള്ള സമയമാണ്. ഇപ്പോൾ മുകളിലേക്കൊക്കെ ഒരു നില കൂടി എടുക്കാനെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന സമയമാണ്. അപ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് റൂമുകളൊക്കെ കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാൽ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് ദേഷ്യ എടുത്തിയാട്ടം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആദ്യം പ്രതീക്ഷിക്കാത്ത ഒരു തടസ്സം വരാനും അതിനുശേഷം മാത്രം അനുകൂലാവസ്ഥ ഉണ്ടാകാനും യോഗമുള്ള രീതിയാണ് കാണുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യത്തിൽ നല്ല ഏകാഗ്രത കിട്ടുന്ന ഒരു മാസമാണ്. നല്ല രീതിയിൽ പഠിച്ചു മുന്നേറാനായിട്ട് സാധിക്കും. ദാമ്പത്യ സംബന്ധമായിട്ടും വലിയൊരു പ്രതികൂലമായിരിക്കുന്ന സമയമല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 7ാം ഭാവാധിപതി നിൽക്കുന്നത് 10ാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുള്ള കാരണം ഭാര്യയിൽ നിന്നും ഭാര്യ കുടുംബത്തിൽ നിന്നുള്ള നേട്ടങ്ങളും ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബന്ധുഗ്രഹങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. എന്നാൽ 7ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് ഭാര്യയ്ക്ക് ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭർത്താവിന് ചില്ലറ രോഗാവസ്ഥ എന്ന് പറയുന്നൊരവസ്ഥ കാര്യങ്ങളൊക്കെ യോഗമുള്ള സമയമാണ്. ഘടനകാരകനായിരിക്കുന്ന കേതു 7ാം ഭാവത്തിൽ നിൽക്കുന്ന കാരണം കൊണ്ട് എന്തിനിറങ്ങിയാലും ആദ്യം ഒരു തടസ്സം വരുത്തുകയും അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്ക് തലവേദന പോലെയുള്ള ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾ കൊണ്ട് മനസ്സമാധാനക്കേടുണ്ടാക്കുകയും ചെയ്യുന്നൊരു സാധ്യത കാണുന്നുണ്ട്. മറ്റ് പ്രകാരത്തിലൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. ഇപ്പോൾ ലോണ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്, വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ. എന്നാൽ രണവാൻ എന്ന് പറയുന്നൊരു യോഗം കൂടി ഈ സമയത്തുണ്ട്. ഏഴശനി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെറിയ ബാധ്യതകൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകാനുള്ള ചെറിയൊരു യോഗമുണ്ട്. പക്ഷേ വരുമാനത്തേക്കാൾ നല്ല വർധനവ് ഉണ്ടാകാനുള്ള യോഗമാണുള്ളത്. ചിലവ് കുറയാനും വരുമാനം വർദ്ധിക്കാനും യോഗമുള്ള സമയമാണ്. അപ്പോൾ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്തിട്ട് ശനിദോഷത്തിന് പരിഹാരം വരുത്തുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ 15-ാം തീയതിക്ക് ശേഷം 12ലേക്ക് സൂര്യൻ മാറുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള കുറച്ച് യാത്രകൾ വേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പരിഹാരമായിക്കൊണ്ട് ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അനാവശ്യ ചിലവ് വരാതെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം വരുമാനം വർദ്ധിക്കാൻ യോഗമുണ്ട്. 15-ാം തീയതി വരെ ചിലവ് കുറയാൻ യോഗമുണ്ട്. പക്ഷേ 15-ാം തീയതിക്ക് ശേഷം ചിലവ് കൂടാനുള്ളൊരു യോഗവും കാണുന്നുണ്ട്. അതേപോലെ തന്നെ രണവാൻ എന്ന് പറയുന്ന എന്തെങ്കിലും ബാധ്യത കൊണ്ടുള്ള മാനസിക ടെൻഷൻ എന്ന് പറയുന്നൊരു യോഗം കൂടി ഉള്ളത് കാരണം കൊണ്ട് ശിവക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിക്കുക. 7ാം ഭാവത്തിൽ ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് അത് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിലൊക്കെ കേതു പൂജയൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ ജാതകത്തിൽ ഗുണഫലങ്ങളുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ബാധാസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നതാണ്. ശത്രുദോഷത്തിൻ്റെ ദുരിതം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പരിഹാരങ്ങൾ ചെയ്താൽ ഈ മാസം വളരെ ഗുണപ്രദമായ മാസമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.